അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് നമ്മൾ തേടാറുണ്ട്. അള്ളാഹുവിനോട് നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഈ ദിക്ർ ചൊല്ലി, ഈ ദിക്റിനെ 313 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നീ ദുആ ചെയ്യുക. അള്ളാഹു ആ ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് നൽകുന്നതാണ്. ആ ദുആക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ്. നമ്മുടെ ഖൽബിന്റെ വേദന മാറാൻ, നമ്മുടെ കടങ്ങളെല്ലാം വീടിക്കിട്ടാൻ, നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമങ്ങളുണ്ടോ, മാനസികമായ ശാരീരികമായ പല നിലക്കുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ ഖലാഅകൾ നമ്മളിലേക്ക് വരുമ്പോൾ, അള്ളാഹുവിൻ്റെ ബലാഅകൾ നമ്മളിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ തടയാൻ കഴിവുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അള്ളാഹുവിലേക്കുള്ള ആത്മാർത്ഥമായ ദുആ. ഈ ദുആ സ്വീകാര്യമാകാൻ, ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ വേണ്ടി അള്ളാഹു വളരെ അധികം ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മുകളുണ്ട്. യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്. ഈ 2 ഇസ്മുകൾ കൂട്ടിച്ചേർത്ത് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്. നമുക്ക് മറ്റൊരാളോടും പറയാൻ കഴിയാത്ത വിഷമങ്ങളുണ്ടല്ലോ. നമ്മുടെ ഖൽബ് വേദനിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമമാണോ, എല്ലാം പരിഹരിക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. നമ്മൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും പറയേണ്ടത് അള്ളാഹുവിനോടാണ്. ഒരുപക്ഷെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളോടൊപ്പമുള്ള പല ആളുകളോടും പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പലരും അതുകൊണ്ട് സന്തോഷിക്കുന്നവരായിരിക്കും, അത് കേട്ടുകൊണ്ട് സന്തോഷിക്കുന്നവരായിരിക്കും, ഉള്ളുകൊണ്ട് ചിരിക്കുന്ന പല ആളുകളും ഉണ്ടാകും. എന്നാൽ അവർക്ക് നമ്മുടെ വിഷമങ്ങൾക്ക് പരിഹാരം നൽകാനോ മറ്റൊന്നിനും സാധിക്കുകയുമില്ല. യജമാനനാകുന്ന അള്ളാഹു ആകട്ടെ, നമുക്കെന്തും അവനോട് ചോദിക്കാം. നമ്മുടെ ഖൽബിന്റെ എല്ലാ വേദനകളും നമുക്ക് അള്ളാഹുവിനോട് സമർപ്പിക്കാം. മറ്റൊരാളോടും നമുക്ക് പറയാൻ കഴിയാത്ത ഏത് രൂപത്തിലുള്ള വിഷമമുണ്ടോ, എല്ലാ പ്രയാസങ്ങളും നമുക്ക് അള്ളാഹുവിനോട് പറയാൻ സാധിക്കും. അള്ളാഹു അതിന് പരിഹാരം നൽകാൻ കഴിവുള്ളവനുമാണ്. അള്ളാഹു ഖാദിറാണല്ലോ. പക്ഷേ നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കണമെന്ന ഒരൊറ്റ കാര്യം മാത്രമേ അവിടെയുള്ളൂ. നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ ഇസ്മുകളിൽപ്പെട്ട യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റിനെ 313 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അതിന് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റിന്റെ മഹത്വം പറയുന്നിടത്ത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റിനെ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് എന്ത് ചോദിച്ചാലും അള്ളാഹു അവന്റെ ദുആക്ക് ഇജാബത്ത് നൽകുമെന്ന. മഹത്തുക്കളായ ബദരീങ്ങൾ ബദർ യുദ്ധത്തിന്റെ ആ രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്നത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റിനെ ചൊല്ലിയിട്ടാണ്. അവർക്ക് അല്ലാഹു മലായിക്കത്തുകളെ ഇറക്കിയിട്ട് സഹായം നൽകുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമങ്ങളുണ്ടോ, നമ്മുടെ ഖൽബ് ഏതൊക്കെ രൂപത്തിൽ വേദനിക്കുന്നുണ്ടോ, ആ വേദനയുടെ എല്ലാം ആഴമറിയുന്നവൻ അള്ളാഹുവാണ്. അതിന് അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകും. എന്ത് വിഷമമാണെങ്കിലും ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് പറയുക. നമ്മുടെ ദുആക്കെങ്ങാനും ഇജാബത്ത് ലഭിച്ചാൽ നമ്മുടെ ഇരുലോക ജീവിതവും രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സ്വാലിഹായ അമലാക്കി ഈ അമലിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ഷിഫാഇന്റെ മജ്ലിസായിട്ട് അള്ളാഹു നമ്മുടെ മജ്ലിസിനെ മാറ്റിത്തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ അമല് ചെയ്യുക. ഈ ദിക്ർ ചൊല്ലിയിട്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് പറയുക. ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹു അത് സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുന്ന മജ്ലിസായിട്ട് നമ്മുടെ മജ്ലിസിനെ മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.